ഹായ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരണേ, കമൻറ്റ് തരണേ, ഷെയറും ചെയ്യണേ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും തരണേ. ഇന്ന് ഒരു കാഷ്നട്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കറിക്ക് ആവശ്യമായ കശുവണ്ടി നമുക്ക് ചൂടുവെള്ളത്തിൽ കുറച്ചു സമയം കുതിരാൻ വെക്കാം. ഇങ്ങനെ കുതിരാൻ വെക്കുമ്പോൾ കശുവണ്ടി കുറച്ച് സോഫ്റ്റ് ആവുകയും കശുവണ്ടി രണ്ടായിട്ട് വേഗത്തിൽ വിടർത്തിയെടുക്കാൻ പറ്റുകയും ചെയ്യും. കശുവണ്ടി കുതിരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പിനാവശ്യമായ സാധനങ്ങൾ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം നോൺ സ്റ്റിക്ക് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ചിരകിയെടുത്ത് വെച്ച തേങ്ങ, കുറച്ച് കറിവേപ്പില, ഒരു 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ ജീരകം എന്നിവ ചേർത്ത് നന്നായി കളർ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ലവണ്ണം ഒന്ന് തേങ്ങ വറുത്തെടുക്കാം. കാഷ്നട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കാഷ്നട്ട് കുക്കറിലേക്ക് മാറ്റുക. അതിലേക്ക് 1 സവാള, 1 തക്കാളി, 2 പച്ചമുളക്, 1 ഗ്ലാസ് വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് 1 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ 1 വിസിൽ വന്ന് നമ്മളെ കുക്കറൊന്ന് തുറന്ന് നോക്കുമ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പവും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാവുന്നതാണ്. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കറി നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ കറിയെല്ലാം നല്ലവണ്ണം തിളച്ച് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഒന്ന് ഇനി വറവിനിടണം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും 1/2 കഷ്ണം സവാള ചെറുതായി മുറിച്ചിട്ടതും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 2 ഉണക്കമുളകും കൂടി ഇട്ട് കറിക്ക് നമുക്ക് വറുത്തിടാവുന്നതാണ്.